ഞാൻ മാവേലിക്കരയിൽ നിന്ന് വരുന്നു. ഈ ആൾത്താരയിൽ രണ്ടാമത് സാക്ഷ്യം പറയാനായിട്ട് അമ്മ എന്നെ അനുവദിച്ചതാണ്. ആദ്യം ഞാൻ സാക്ഷ്യം പറയുന്നത് 8/1/2025 അന്ന് ഉടമ്പടി എടുത്ത് ഇവിടെ സാക്ഷ്യം പറഞ്ഞിട്ട് ഞാൻ പോയപ്പോൾ ഞാൻ 3 കാര്യങ്ങൾ മാതാവിനെ ഏൽപ്പിച്ചിട്ടാണ് പോയത്. ആ 3 കാര്യങ്ങളും മാതാവിൻ്റെ കൃപയാൽ എനിക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ സാധിച്ചു കിട്ടി. ഒന്നാമത്തേതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു. ലോൺ എടുത്തിട്ട് അത് അടയ്ക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം എന്ന് വെച്ചാൽ അച്ഛനും അമ്മയും അച്ഛൻ ആക്സിഡൻ്റായിട്ട് കിടപ്പാവുകയും ചെയ്തു. അമ്മയാണെങ്കിൽ കാലൊടിഞ്ഞിട്ട് കിടപ്പായി. അങ്ങനെ കിടപ്പായി എന്ന് മാത്രമല്ല, പിന്നെ അങ്ങ് ഹോസ്പിറ്റലിലേക്ക് നമ്മൾ പൈസകൾ ഇങ്ങനെ ഇറക്കിക്കൊണ്ടേയിരിക്കുക. നമുക്ക് ലോൺ അടയ്ക്കാനേ പറ്റുന്നില്ല. അങ്ങനെ കഴിഞ്ഞ ജനുവരി 22 അദാലത്തിന് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ അദാലത്തിന് പോയപ്പോൾ അവർ പറഞ്ഞു, ഇനി 1,58,000 രൂപ നിങ്ങൾ അടയ്ക്കണം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ജപ്തി എന്തായാലും ഉണ്ടാവും. വീട്ടിൽ നിന്ന് ഇറക്കി വിടത്തില്ല, പക്ഷേ ഞങ്ങൾ സ്ഥലം എന്തായാലും ജപ്തി ചെയ്തിടും. ഓക്കെ, ഞാൻ അദാലത്തിന് ചെന്നു. അവിടെ ഇരിക്കുന്ന സമയത്ത് മാതാവിൻ്റെ കാശുരൂപം അല്ലാതെ എൻ്റെ കയ്യിലൊന്നുമില്ല. മാതാവും കാശുരൂപവും മാത്രമാണ് എൻ്റെ കയ്യിലുള്ളത്. അവിടെ ഓരോരുത്തരെ വിളിക്കുന്നുണ്ട്, അദാലത്തിനെ പ്രത്യേകം സംസാരിക്കുന്നു. ഞാൻ അവിടെ പോയിരുന്നു. മാതാവിനോട് ഞാൻ കയറുന്ന സമയത്ത് തന്നെ പറഞ്ഞു, മാതാവേ, എൻ്റെ കയ്യിൽ മാതാവ് മാത്രമേ ഉള്ളൂ, എൻ്റെ കയ്യിൽ വേറെ ഒന്നുമില്ല. എന്താണെന്ന് വെച്ചാൽ മാതാവ് തന്നെ പ്രവർത്തിച്ചോണം. അവിടെ ചെന്നിരുന്നു. സംസാരിക്കുന്ന കൂട്ടത്തിൽ ഞാൻ മാനേജറിനോട് പറയുകയാണ്, ഇതുപോലെ അച്ഛനും അമ്മയും അച്ഛൻ ആക്സിഡൻ്റായിട്ട് കിടക്കുന്നത് കൊണ്ട് ഇങ്ങനെ ഹോസ്പിറ്റൽ കേസായി, പിന്നെ അമ്മ ഹോസ്പിറ്റൽ കേസായി. ഇത് കാരണമാണ് ഞങ്ങൾക്ക് ലോൺ അടയ്ക്കാൻ പറ്റാതെ ആയത്. മാസം നമുക്ക് 50,000 രൂപ നമ്മുടെ കയ്യിൽ വരുന്നുണ്ടെങ്കിലും അതിൽ 1 രൂപ പോലും നമ്മൾ ആഹാരത്തിന് പോലും എടുക്കാതെ ഹോസ്പിറ്റലിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണെന്ന്. അപ്പോൾ എന്നോട് ചോദിച്ചു, അത് അച്ഛൻ എന്ത് പറ്റിയതാണ്? ഞാൻ പറഞ്ഞു, ഇതുപോലെ ഒരു ബൈക്ക് ആക്സിഡൻ്റ് ആയിട്ട് ആൾ കിടപ്പിലായിപ്പോയി. അന്നേരം പറഞ്ഞു, അയ്യോ, നിങ്ങൾക്ക് 1,58,000 രൂപയാണ് ജപ്തിയിൽ നിൽക്കുന്നത്. നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾക്ക് സബ്സിഡി എന്ന എന്തോ ഒരു ആനുകൂല്യമുണ്ട്, അതിന് നമുക്ക് ഇപ്പം തന്നെ നോക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഇനി അടയ്ക്കേണ്ടത് നിങ്ങൾ 95,000 രൂപയേ ഉള്ളൂ. അപ്പോൾ എന്നോട് പറഞ്ഞു, മാർച്ച് 31 നിങ്ങൾ ആ പൈസ അടച്ച് അതിൽ നിന്ന് റിലീസായിക്കോണം. പക്ഷേ എനിക്ക് ആ മാർച്ച് 31 അടയ്ക്കാൻ പറ്റുമെന്ന് ഒരു വിചാരവും ഇല്ല. ഞാനിവിടെ എല്ലാ ആഴ്ചയിലും ഒരു ദിവസം മാതാവിൻ്റെ അടുത്ത് വന്ന് ഇവിടെ ഇരുന്ന് ഫസ്റ്റത്തെ വാതിലിൻ്റെ അടുത്ത് വന്നിരിക്കും, പ്രാർത്ഥിക്കും. എൻ്റെ മുമ്പിൽ മാതാവല്ലാതെ എനിക്ക് ആരോടും ചെന്ന് ചോദിക്കാനില്ല. എൻ്റെ മാതാവ് മാത്രമേ ഉള്ളൂ എനിക്ക്. അത് രക്ഷകർത്താവായിട്ടും ബന്ധുവായിട്ടും എൻ്റെ അമ്മയായിട്ടും അച്ഛനായിട്ടും എല്ലാം എനിക്ക് മാതാവിനോട് മാത്രമേ ഉള്ളൂ പറയാൻ. ഇവിടെ വന്നിരുന്നു. മാർച്ച് 27 ഞാൻ പോകുമ്പം ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു, മാതാവേ, എന്നെ ആരും കാക്കാനില്ല, എൻ്റെ മാതാവ് മാത്രമേ ഉള്ളൂ ഇവിടുന്ന്. അവിടെ ചെന്നു അച്ഛൻ്റെ ബ്ലെസ്സിങ്ങിൻ്റെ അടുത്ത് ചെന്നപ്പോൾ അച്ഛൻ പറഞ്ഞു, മോളെ, നമുക്കൊന്നും പ്രവർത്തിക്കാനില്ല, മോളുടെ കാര്യം മാതാവിനെ ഏൽപ്പിച്ചേരാം, മാതാവ് എന്താണെന്ന് വെച്ചാൽ നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. 28 ഉച്ചയ്ക്ക് എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചപ്പോൾ എന്നോട് ചോദിച്ചു, നീ എന്താ ഈ പരസ്പര വിരുദ്ധമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, എന്താ പ്രശ്നം? ഞാൻ പറഞ്ഞു, എനിക്ക് ഇതുപോലെ 31 വരെ ഉള്ളൂ എനിക്ക് ടൈം, ഇതുപോലെ പൈസ അടയ്ക്കണം. അത് നമ്മളെ കൊണ്ട് നടക്കത്തില്ല കേട്ടോ എന്ന് പറഞ്ഞു. 28 ഉച്ചയ്ക്കാണ് ഇത് പറയുന്നത്. 29 11 മണിക്ക് ആ പയ്യൻ തന്നെയാണ്, ഞാൻ ഇവിടോട്ട് വരികയാണ്, എനിക്ക് വേറെ ആരെടുത്തോട്ടും പോകാനില്ല. ഇപ്പം ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു, എന്നെ ഒന്ന് ബസ് കയറുന്നിടത്തോട്ടൊന്ന് വിടുമോ എന്ന് ചോദിച്ചാൽ ശരിയെന്ന് പറഞ്ഞു. ആൾ വന്നു. ഞാൻ ബാഗും എടുത്ത് വണ്ടിയിൽ കയറുന്നു. ജസ്റ്റ് ഒരു 2 സെക്കൻഡ് ഫ്രണ്ടിലോട്ട് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ഡോ, എന്നാ പൈസ അടയ്ക്കണ്ടേ? ഞാൻ പറഞ്ഞു, 31. ശരി, നമുക്ക് നാളെ തന്നെ പൈസ അടയ്ക്കാം. ഞാൻ ചോദിച്ചു, അതെവിടുന്നാ? നിനക്ക് 95,000 രൂപയല്ലേ വേണ്ടുന്നത്? എൻ്റെ കയ്യിൽ 1,00,000 രൂപയുണ്ട്. അത് എൻ്റെ പൈസയല്ല, എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ പൈസയാണ്. നാളെ രാവിലെ തന്നെ 10 മണിക്ക് നമുക്ക് കൊണ്ടുവന്ന് ബാങ്കിൽ പൈസ അടയ്ക്കണം. ഞാനിങ്ങനെ എങ്ങനെ ആ പൈസ കിട്ടിയെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ മാതാവിൻ്റെ കൃപയാണ്, എൻ്റെ രക്ഷകർത്താവായ എൻ്റെ മാതാവിൻ്റെ കൃപയാണ്. ഞാൻ അന്ന് ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് എല്ലാ ദിവസവും 3 മണിക്ക് എണീറ്റിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ മാതാവിനോട് പറയുന്നുണ്ട്, എനിക്ക് ചെന്ന് ചോദിക്കാനോ എനിക്ക് ചെന്ന് കയറാനോ ഒരിടമില്ല. എനിക്ക് ചെന്ന് ചോദിക്കാനും എൻ്റെ എല്ലാം മാതാവാണ്. എന്നെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഓരോ സെക്കൻഡ് എന്നെ നടത്തിക്കൊണ്ടിരിക്കുന്ന എൻ്റെ മാതാവാണ്. എന്നെ നടത്തിയേക്കണേ എന്ന് മാത്രം പ്രാർത്ഥിച്ചിട്ട് പോയ എനിക്ക് ആ പൈസ എൻ്റെ മാതാവിൻ്റെ കൃപയാലാണ് കിട്ടിയത്. ഞാൻ ബാങ്കിൽ കൊണ്ടുവരുന്ന സമയത്ത് മാനേജർ എന്നോട് ചോദിച്ചു, എങ്ങനെ കിട്ടി ഈ പൈസ? ഞാൻ പറഞ്ഞു, എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് സഹായിച്ചതാണ്, എനിക്ക് 3-4 ദിവസത്തിനുള്ളിൽ എൻ്റെ ആധാരം കയ്യിൽ തിരിച്ചു കിട്ടും. അത് കഴിഞ്ഞ് 8 മാസം മുമ്പ് മാതാവിൻ്റെ കൃപയാലാണ് എൻ്റെ ഹസ്ബൻഡ് ഗൾഫിലേക്ക് പോയത്. അവിടെ മുകളിലുള്ള
ഫോർമാന്മാരും ഫിലിപ്പീനിയൻസ് ഭയങ്കരമായിട്ട് പുള്ളിയെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുക. എന്ത് കണ്ടുപിടിച്ചിട്ടും അവിടുന്ന് തിരിച്ചു വരുമെന്നുള്ളൊരു സിറ്റുവേഷനായി. അന്നേരം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മഞ്ജു, ഞാൻ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തിരിച്ചു വരും, ഞാനിപ്പം പറയാതിരുന്നിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞു, നിങ്ങളെ ഇവിടുന്ന് വിട്ടത് എൻ്റെ കൃപാസനം മാതാവാണെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടല്ലോ? ഉണ്ട്. ആ ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും തിരിച്ചു വരാൻ പോകുന്നില്ല. നിങ്ങൾ നല്ല രീതിയിൽ എത്തിയിട്ടേ മാതാവ് ഇവിടോട്ട് തിരിച്ചു കൊണ്ടുവരുള്ളൂ. നിങ്ങളുടെ പ്രശ്നങ്ങൾ മാതാവിനെ ഞാൻ ഏൽപ്പിക്കാമെന്ന് പറഞ്ഞു. വൈകുന്നേരത്ത് ഞാൻ സായാഹ്ന പ്രാർത്ഥിച്ചു, കിടന്നു. പിറ്റേ ദിവസം രാവിലെ ഞാൻ എന്നും 3 മണിയാകുമ്പോൾ അലാറം വെച്ച് എണ്ണിക്കും, മാതാവിനോട് പ്രാർത്ഥിക്കും. കാരണമെന്ന് വെച്ചാൽ അമ്മ കിടപ്പാണ്, ഞങ്ങൾ 2 മരുമക്കളെ ഉള്ളൂ, അച്ഛനും കിടപ്പാണ്. ഒരാളെ അച്ഛനെ ചേച്ചിയും നോക്കും, ചേച്ചിക്ക് പറ്റാത്ത സമയത്ത് ഞാൻ നോക്കും. പക്ഷെ അമ്മയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി മൂശാട്ടയും മുൻചുണ്ടിയൊക്കെ ഉള്ള ആളാണ്. എപ്പോഴും നമ്മൾ എന്തെങ്കിലും ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കണം. അമ്മ ഓരോരോ കാര്യം അമ്മ ഫുൾ ടൈം അമ്മയ്ക്ക് ലൂസ് മോഷനാണ്. നമ്മളങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടേ ഇരിക്കണം. ആ ടയേർഡായിട്ടായിരിക്കും ഞാൻ വന്ന് കിടക്കുന്നത്. പക്ഷേ ആ 3 മണി സമയത്ത് ഞാൻ മാതാവിൻ്റെ പ്രാർത്ഥന, ഉറക്കത്തിൽ നിന്ന് എന്നെ അലാറം അടിക്കുന്ന ഒന്നും അല്ല കേൾക്കുന്നത്. സമയമായി എണ്ണിക്കുന്നില്ല എന്നാണ് ചോദിക്കുന്നത് എന്നോട് ആരോ ഒരാൾ. എനിക്കത് ആരാന്നറിയില്ല. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, തലയിൽ ഒരു ആഷ് കളർ ആ ഒരു തുണി മാത്രമേ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഓർമ്മയുള്ളൂ. എന്നും എന്നെ ആ അമ്മയാണ് വിളിച്ചുണർത്തുന്നത്. ഞാൻ പ്രാർത്ഥിക്കും. ഞാൻ പറഞ്ഞു, എൻ്റെ മാതാവാണ് എൻ്റെ ഹസ്ബൻഡ് സതീഷ് ഏട്ടായിയെ ഗൾഫിൽ വിട്ടിരിക്കുന്നത്, എൻ്റെ മാതാവായിട്ട് തന്നെ എല്ലാം പ്രവർത്തിക്കണേന്ന്. അന്നത്തെ ദിവസം രാവിലെ 10 മണിയായപ്പോൾ എന്നെ വിളിച്ചിട്ട് പറയും, ഇടി അവരൊക്കെ എന്നോട് വന്നിട്ട് ഭയങ്കര സ്നേഹത്തോടെ പെരുമാറുന്നു. ഈ സെക്കൻഡ് അവരോട് എന്ത് പ്രശ്നം ഉണ്ടെങ്കിൽ അവരാണ് സോൾവ് ചെയ്ത് കൊടുക്കുന്നത്. സതീഷ് വിഷമിക്കേണ്ട, ആ പ്രശ്നം സോൾവ് ആയിട്ടുണ്ട്. എന്ത് പ്രശ്നമാണെങ്കിലും. പിന്നെ എനിക്ക് പറയാൻ പറ്റുന്ന ഏറ്റവും വലിയെന്ന് വെച്ചാൽ, ഓരോ ദിവസവും എൻ്റെ അനുദിന കാര്യങ്ങൾ എൻ്റെ മാതാവിൻ്റെ കൃപയാൽ ഞാൻ പ്രാർത്ഥിച്ചിട്ട് എണ്ണിക്കുന്ന ആ നേരം മുതൽ രാത്രി വരെയുള്ള എനിക്ക് പരിഹാരം കാണാൻ പറ്റാത്ത പ്രശ്നങ്ങളാണ് എന്നെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എൻ്റെ ആവശ്യങ്ങൾ, എനിക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് ആരോടും പറയേണ്ട കാര്യമില്ല. ഞാൻ അവിടെ നിന്ന് എനിക്ക് ഇന്നതാണ് ആവശ്യം. എൻ്റെ മാതാവേ, എൻ്റെ കയ്യിലൊന്നും ഇല്ലല്ലോ, ആ സെക്കൻഡ് എൻ്റെ കയ്യിൽ കിട്ടുകയാണ്. അത് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ എന്ന് മാതാവിനെ 2022 ജൂൺ മാസമാണ് ഞാൻ മാതാവിനെ അറിയുന്നത്. അന്ന് മുതൽ ഞാൻ ഒരൊറ്റ കാര്യം പ്രാർത്ഥിച്ചിട്ടുള്ളൂ മാതാവിനെ, എനിക്ക് എൻ്റെ രക്ഷകർത്താവ്, എൻ്റെ അമ്മ, എൻ്റെ അച്ഛൻ, എൻ്റെ ബന്ധു എല്ലാം അമ്മയാണ്. എൻ്റെ ജീവിതം കരപിടിപ്പിക്കുന്നത് എൻ്റെ അമ്മയാണ്. എൻ്റെ ഈ കുഞ്ഞു മോള് അമ്മയുടെ സാക്ഷ്യത്തിൽ കിട്ടിയതാണ്. അത് ഞാൻ അമ്മയോട് ഇവിടെ വന്ന് കഴിഞ്ഞ ജനുവരി 28-ാം തീയതി ഞാൻ സാക്ഷ്യം പറഞ്ഞിട്ട് പോയി. ഈ സെക്കൻഡ് വരെ ഇന്ന് നിങ്ങളോട് ഞാൻ നിന്ന് സാക്ഷ്യം പറയുന്ന പോലും എൻ്റെ മാതാവിൻ്റെ സാക്ഷ്യം, എൻ്റെ മാതാവിൻ്റെ കൃപയാണ് ഞാൻ നിങ്ങളോട് വന്ന് നിന്ന് ഈ സാക്ഷ്യം പറയുന്നത്. എൻ്റെ യേശു അപ്പച്ചനും എൻ്റെ മാതാവും മാത്രമാണ് എന്നെ ഈ നിമിഷവും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനിയുള്ള കാലവും എന്നെ നടത്താൻ, എനിക്ക് ചെന്ന് കയറാൻ എൻ്റെ മാതാവും എൻ്റെ യേശു അപ്പച്ചനേ ഉള്ളൂ. എൻ്റെ മോൻ ഇന്നലെ എന്നോട് ചോദിച്ചതാണ്, അമ്മേ നാളെ നമ്മൾ പോവുമല്ലേ? ഞാൻ ചോദിച്ചു, എവിടെ മോനെ? നമ്മൾ കൃപാസനത്തിൽ സാക്ഷ്യം പറയാൻ പോവണ്ടേ? അമ്മയുടെ കാര്യം നടത്തി തന്നില്ലേ? അതുപോലെ ഇവിടെ ചില ദിവസങ്ങളിൽ വരുന്ന സമയത്ത് ഏറ്റവും ലാസ്റ്റ് ഞാൻ വന്നത്, എൻ്റെ മോൻ്റെ കുടുക്കയിലെ ഓരോ രൂപയും ഞുള്ളിപ്പറക്കിയിട്ട് കടയിൽ കൊണ്ടുവന്ന് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, എനിക്ക് ഇത് ചില്ലറയെ നിങ്ങൾക്ക് നോട്ട് തരുമോ എന്ന് ചോദിച്ചിട്ട് ഞാൻ ഇവിടെ വന്ന് ആ മൂലക്കിരുന്ന് എൻ്റെ ഈ കുഞ്ഞു മോള് എന്നോട് ചോദിച്ചു, അമ്മ എനിക്ക് വിശക്കുന്നു, എനിക്ക് വല്ലതും താ. ഞാൻ പറഞ്ഞു, മോനെ അമ്മയുടെ കയ്യിലിരിക്കുന്ന സാധനമുള്ളൂ, അല്ലാതെ ഒന്നുമില്ല. കുഞ്ഞ് ഭയങ്കരമായിട്ട് വിശക്കുന്നു, ചോറ് വേണമെന്ന് പറഞ്ഞു. അവിടെ ഇരുന്നിട്ട് ഒരു ആൻറ്റി ഫ്രണ്ടിലിരുന്നിട്ട്, ലാലി രാജ് എന്നാണ് ആൻറ്റിയുടെ പേര്. ആ ആൻറ്റി പൈസ എടുത്ത് തന്നിട്ട് മക്കൾ പോയിട്ട് ആ കുഞ്ഞുങ്ങൾക്ക് ഊണ് മേടിച്ചോ. ആ സമയത്ത് എൻ്റെ കയ്യിൽ തിരിച്ചു പോകാൻ 100 രൂപയുള്ളൂ. ഇവിടെ നിന്ന് എൻ്റെ വീട്ടിലേക്ക് എത്തണമെങ്കിൽ 121 രൂപ വേണം. അത്രയും നിവർത്തിയില്ലാത്ത എന്നെ, നിവർത്തി ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട്, പക്ഷെ വരുന്ന പൈസ മൊത്തം ഹോസ്പിറ്റലിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കാം. എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയാണ്, അച്ഛനുമാണ് കിടക്കുന്നത്. എനിക്ക് ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയ പ്രവൃത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരെ 2 പേരെയും ഞങ്ങൾ 2 മരുമക്കൾ പൊന്നുപോലെ നോക്കുന്നുണ്ട്. അവർ 2 പേരും
ഒന്ന് രണ്ടുപേർക്ക് എണ്ണിക്കാൻ പറ്റില്ല. രണ്ടുപേരെ നല്ലപോലെ ക്ലീൻ ചെയ്ത് അതാണല്ലോ നമ്മൾ വേണ്ടുന്നത്. നമ്മുടെ വീട്ടിൽ ആദ്യം ചെയ്ത പിന്നെ പുറത്തുനിന്ന് എൻ്റെ കൂട്ടുകാരെങ്കിലും അല്ലെങ്കിൽ എന്നെ അറിയാവുന്നവർ വരുക, ആഹാരം ഇല്ല എന്തെങ്കിലും ബുദ്ധിമുട്ടാന്ന് പറയുകയാണെങ്കിൽ എൻ്റെ വീട്ടിലിരിക്കുന്ന സാധനം ഞാൻ എടുത്ത് കൊടുക്കും. എനിക്ക് പുറത്തോട്ട് പോയിട്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, അരിയോ അല്ലെങ്കിൽ എന്താ വേണ്ടുന്നതെന്ന് വെച്ചാൽ അവർക്കും ഞാൻ കൊടുക്കും. പിന്നെ ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ആ ചുറ്റുവട്ടത്തുള്ളവർക്കെല്ലാം ഞാൻ ലോക്കറ്റ് ഇവിടുന്ന് പോകുന്ന സമയത്ത് മാതാവിൻ്റെ ലോക്കറ്റ് മേടിച്ചുകൊണ്ട് പോകും. എല്ലാവർക്കും ഞാൻ കൊടുക്കും. എന്നിട്ട് ഞാൻ പറയും, പറഞ്ഞാൽ കേൾക്കാത്ത മക്കളാണ് എന്ന് പറഞ്ഞിട്ടിരിക്കുമ്പോൾ പറയും, നിങ്ങൾ ഈ മാതാവിനെ വെച്ച് പ്രാർത്ഥിച്ചോ, നിങ്ങൾക്ക് മാതാവ് അത്ഭുതം കാണിച്ചു തരും. എൻ്റെ മോൻ ഇന്നലെ ഇങ്ങനെ പറഞ്ഞു, അമ്മേ സാക്ഷ്യം പറഞ്ഞു. ഞാൻ പറഞ്ഞു പിന്നെ നമ്മൾ രാവിലെ സാക്ഷ്യം പറയാൻ പോവുക. പക്ഷെ രാവിലെ ഞാൻ എണ്ണീറ്റപ്പം അമ്മയ്ക്ക് എന്തോ സുഖമില്ല. പക്ഷേ ഞാൻ ഉച്ചയ്ക്ക് 11:45 ഞാൻ അവിടെ നിന്ന് കയറി. ഞാൻ പറഞ്ഞു ഉടമ്പടി എനിക്ക് ഇന്ന് എടുക്കാൻ പറ്റത്തില്ല, എൻ്റെ ഉടമ്പടി ഇന്ന് 3ാമത്തെ ഉടമ്പടി തീരുവാണ്, എനിക്ക് നാളെ ഇനി ഉടമ്പടി എടുക്കാൻ പറ്റത്തുള്ളൂ. മാസത്തിൽ ഞാൻ 4 ആഴ്ചയുണ്ട്, 4 ആഴ്ചയിൽ ഓരോ ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ മാതാവിൻ്റെ അടുത്ത് വന്ന് എൻ്റെ യാതനകളും എൻ്റെ പ്രയാസങ്ങളും എൻ്റെ സന്തോഷവും എല്ലാം ഞാൻ മാതാവിൻ്റെ അടുത്ത് ഇറക്കി വെച്ചിട്ട് പോകുന്നുണ്ട്. ആ ഇറക്കി വെച്ചിട്ട് വീട്ടിൽ ചെല്ലുമ്പോൾ ഉണ്ടല്ലോ അതിന് കിട്ടുന്ന ഒരു അത്ഭുതം ആരോടും പറയാൻ പറ്റാത്ത രീതിയിലുള്ള അത്ഭുതം. ഞങ്ങൾ ലവ് മാരേജ് ആയിരുന്നു, അതിൻ്റേതായ പ്രശ്നങ്ങൾ ആ വീട്ടിലുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ അമ്മയ്ക്ക് ടെൻഷനാണ്, കുഞ്ഞ് നീ പോവാന്ന്. ഇന്ന് തന്നെ ഞാൻ ഇറങ്ങിയപ്പോൾ പറയാം, എൻ്റെ മക്കൾ രാത്രി ഒത്തിരി ലേറ്റ് ആവല്ലേ, ഇങ്ങ് വരണേ, കാരണം നീ ഇവിടുന്ന് ഇറങ്ങി പോകുമ്പം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കഴിഞ്ഞ ദിവസം ഈ പൈസ അടച്ചിട്ട് വന്നപ്പോൾ അമ്മ പോലും പ്രതീക്ഷിക്കുന്നില്ല ഈ പൈസ അടയ്ക്കാൻ പറ്റുമെന്ന്. അമ്മ എന്നോട് ചോദിച്ചു, ഈ പൈസ നീ എങ്ങനെ അടച്ചു എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഈ പൈസ അടച്ചത് ഞാനല്ല, വേണ്ട ഈ ഇരിക്കുന്ന മാതാവാണ്. കാരണം അവർ ഹിന്ദുക്കളാണ്, അവർക്ക് ഈ ക്രിസ്ത്യ മതത്തിനോടും അങ്ങനെ ഒന്നും വിശ്വാസമില്ല. അപ്പം അമ്മ എന്നെ നോക്കിയിട്ട് ഞാൻ പറഞ്ഞു, ഇതെൻ്റെ കൃപാസന മാതാവാണ്, ഇതെൻ്റെ കയ്യിലുള്ളിടത്തോളം കാലം ഒരു ശക്തിക്കും എന്നെ തകർക്കാൻ പറ്റത്തില്ല. നിങ്ങൾ ഉറപ്പായിട്ടും വെച്ച് പ്രാർത്ഥിക്കുക. ആരുടെയും കാര്യങ്ങൾ നടക്കാത്തുണ്ടെങ്കിൽ, അതായത് മാതാവിൻ്റെ അടുത്തോട്ടുള്ള പ്രാർത്ഥനയുടെ കുറവ് കൊണ്ടാണ് നടക്കാത്തത്, മാതാവിനെ മുട്ടിപ്പായി വിളിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ കാര്യങ്ങൾ എന്താണെങ്കിലും, ഞാൻ ആ 3 മണിക്ക് എണ്ണിട്ടിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ ചോദിച്ചത്, ഈ ശൂന്യതയിലോട്ട് നോക്കി വിളിക്കുമ്പോൾ എനിക്ക് ആര് സഹായം തരും? എൻ്റെ മാതാവും എൻ്റെ യേശു അപ്പച്ചനും എനിക്ക് സഹായം തരും. കാരണം അതേപോലത്തെ ഓരോ സിറ്റുവേഷനിലാണ് ഞാൻ ഓരോ ദിവസവും കടന്നു പോകുന്നത്. എൻ്റെ അമ്മയ്ക്കും എൻ്റെ തിരുകുമാരനും 1000 നന്ദി, കോടാനുകോടി പുകഴ്ച. അതേപോലെ തന്നെ നിങ്ങൾ, എൻ്റെ കുഞ്ഞുമോള് എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമുണ്ട്, പ്രാർത്ഥിക്കുകയല്ല അവൻ പറയുന്നതാണ്. ഇവിടെ നമ്മുടെ പാട്ടില്ലേ, മരിയത്തായ എന്നുള്ള എൻ്റെ പാട്ട്, പക്ഷെ അവൾക്ക് അമ്മയെന്ന് പറയാനും അറിയാം, ലാസ്റ്റ് പ്രാർത്ഥിക്കണേന്ന് പറയാനും അറിയാം. അവൾ ഏത് സമയവും ഇതും പറഞ്ഞുകൊണ്ടാണ് പെരയ്ക്കകത്തെല്ലാം നടക്കുന്നത്. നമ്മൾക്ക് സങ്കടം വരുന്ന സമയത്ത് നമ്മൾ മാതാവിൻ്റെ പ്രാർത്ഥന ചെല്ലുക, മാതാവിനെ വിളിക്കുക, എല്ലാത്തിനും മാതാവ് പരിഹാരം കണ്ടോളൂ. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. കൃപാസന പത്രം ഞാൻ ഇവിടുന്ന് മേടിച്ചുകൊണ്ട് പോകുന്ന പത്രങ്ങൾ എനിക്ക് അടുത്തുള്ളവർക്ക് തന്നെയാണ് ഞാൻ കൊടുക്കുന്നത്. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ മകന് കുറച്ച് എന്തൊക്കെയോ പ്രശ്നം, ഫ്രണ്ടല്ല എൻ്റെ ഒരു അമ്മയാണ് ആ വീട്ടിൽ ജോലിക്ക് വരുന്നത്, കുറച്ച് പ്രശ്നമാണ്. അപ്പം ഞാൻ ഈ ഉപ്പ് എടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, അമ്മ ഒരു കാര്യം ചെയ്യും, ഈ ഉപ്പ് കൊണ്ടൊന്ന് വീട്ടിൽ തളിക്കുക, വീട്ടിൽ തളിച്ചിട്ട് നിങ്ങൾ ആഹാരത്തിൽ അവന് കൊടുക്കുക. ഇപ്പോൾ അവന് നല്ല മാറ്റം വന്നിട്ടുണ്ട്. എന്നെക്കൊണ്ട് ഈ കൃപാസന പത്രം ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹോസ്പിറ്റലൊന്നും പോയി എനിക്ക് കൊടുക്കാൻ സമയമില്ലാന്ന് വെച്ചാൽ അമ്മയും അച്ഛനും ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് ഈ കുഞ്ഞുങ്ങളെ ഇട്ടിട്ട് എനിക്ക് പോകാൻ പറ്റുന്നില്ല. പക്ഷേ എനിക്കറിയാവുന്നവർക്കെല്ലാം ഞാൻ കൊണ്ടു നടന്നു. ആ ബുദ്ധിമുട്ടുള്ളവർക്കേ ഞാൻ കൊടുക്കാറുള്ളൂ. പരിഹസിക്കാൻ നിൽക്കുന്നവരുടെ മുമ്പിലോട്ട് ഞാൻ ഒന്നും പറയാൻ നിൽക്കുന്നില്ല. പക്ഷേ ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, എന്നെ പരിഹസിച്ചെന്നവർ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഈ ഒരു സമയമുണ്ട്, ആ സമയം നിങ്ങൾ എന്നോട് വന്നിട്ട് പറയും ഞങ്ങൾ മാതാവിൻ്റെ സാക്ഷിയായി എന്നുള്ളത്. അതിനുള്ള അവർക്ക് അതുപോലുള്ള കൃപകൾ മാതാവ് കൊടുക്കാൻ തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. യേശയ്യ 59:1